മാർച്ച് 10 സെബാസ്റ്റ്യയിലെ വിശുദ്ധരായ 40 രക്തസാക്ഷികൾ. അർമേനിയ സെബാസ്റ്റ്യ നഗരത്തിൽ 320 ആണ്ടിലാണ് 40 പടയാളികൾ രക്തസാക്ഷിത്വം വരിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചുറുചുറുക്കുള്ള സുമുഖരായ ഒരു ഗണമായിരുന്നു ഇവരുടേത്. ഇടിമുഴക്കുന്ന ലീജിയൻ എന്നാണ് ഇവരെ വിശുദ്ധ ഗ്രിഗറി നിസായും പ്രൊക്കോപ്പിയൂസും സംബോധനം ചെയ്തിട്ടുള്ളത്. അർമേനിയയിൽ പാളയമടിച്ചിരുന്ന 12ാമത്തെ ലീജിയനാണിത്. സൈന്യാധിപൻ ലിസിയാസും ഗവർണർ അഗ്രക്കൊളയുമായിരുന്നു. ചക്രവർത്തി ലിസിനിയൂസിൻ്റെ ആജ്ഞപ്രകാരം എല്ലാ പടയാളികളും ദേവന്മാർക്ക് ബലി ചെയ്യണമെന്ന് ഗവർണർ ഉത്തരവിട്ടു. 12ാം ലീജിയനിലെ 40 പേരും ഒരുമിച്ച് ഗവർണറുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. യാതൊരു മർദ്ദനവും ഞങ്ങളുടെ പരിശുദ്ധ മതം ഉപേക്ഷിക്കുവാൻ മതിയാവുകയില്ല. ഗവർണർ അവരെ ചമ്മട്ടി കൊണ്ടടിച്ചു, ഉദരം വലിച്ചു കീറി. അനന്തരം അവരെയെല്ലാം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ജയിലിലാക്കി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സൈന്യാധിപൻ ലിസിയാസ് സെബാസ്റ്റ്യയിലെത്തിയപ്പോൾ തടവുകാരെ രണ്ടാമതും വിചാരണ ചെയ്തു. വാഗ്ദാനങ്ങൾ ഉദാരമായി പൊഴിഞ്ഞിട്ടും അവർ ദൃഢമനസ്സരാണെന്ന് കണ്ടപ്പോൾ ഈ വിമതരെ നഗ്നരാക്കി മഞ്ഞിൽ കിടത്തി. അവർ ഏകസ്വരത്തിൽ പ്രാർത്ഥിച്ചു, ഞങ്ങൾ 40 പേരാണ് സമരത്തിന് വന്നിട്ടുള്ളത്. 40 പേരും മകുടമണിയുവാൻ കൃപ ചെയ്യണമേ. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെ രക്ഷിക്കാനായി അരികെ തന്നെ ഒരു കുളത്തിൽ ചൂടുവെള്ളം ശേഖരിച്ചിരുന്നു. മാലാഖമാർ 39 കിരീടങ്ങളുമായി ഇറങ്ങി വരുന്നത് കാവൽ ഭടന്മാർ കണ്ടു. അപ്പോൾ ഇതാ നഷ്ടധൈര്യനായി ഒരാൾ കൂട്ടം വിട്ട് ആശ്വാസം തേടിപ്പോയി. ഇത് കണ്ടു നിന്നിരുന്ന കാവൽ ഭടന്മാരിലൊരാൾ ഭീരുവായി ഓടിപ്പോയവൻ്റെ സ്ഥലം പിടിച്ച് അങ്ങനെ 40 എണ്ണം വീണ്ടും തികഞ്ഞു. തണുത്ത് വിറങ്ങലിച്ചവരുടെ മൃതദേഹം ചിതയിലേക്ക് മാറ്റുവാൻ ഉദ്യോഗസ്ഥന്മാരെത്തിയപ്പോൾ ഒരാൾ ശ്വസിക്കുന്നതായി കണ്ടു. അയാളെ മോചിപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാർ പ്രസ്താവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ധീരയായ അമ്മ രക്തസാക്ഷിത്വ മകുടം നഷ്ടപ്പെടുത്തേണ്ടെന്ന് ഉത്ബോധിപ്പിച്ചു. സഹോദരന്മാരുടെ ശരീരത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശരീരവും തീയിലിടപ്പെട്ടു. വചനം പ്രഭാഷകൻ 42-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. വിചിന്തനം. പ്രസാദവര ജീവനോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിലൊന്നാണ്. സമൂഹ ജീവിതവും നമ്മളെ ഐക്യപ്പെടുത്തുന്നുണ്ട്. ഒരുമിച്ച് നിന്ന സെബാസ്റ്റ്യയിലെ 40 രക്തസാക്ഷികളെപ്പോലെ ക്രിസ്തുവിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം.